രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദിവ്യമായിട്ടുള്ള കഥകൾ കേൾക്കുന്നതിനു വേണ്ടി ആ ഭഗവാൻ അനുഗ്രഹിച്ച എല്ലാ ഭക്തമനസ്സുകൾക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പറയേണ്ടത് സുന്ദരകാന്ഡമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധമാണ് കൂടുതൽ, അതിനകത്ത് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സുന്ദരകാന്ഡം ഇന്നും കൂടെ കൊണ്ട് സുന്ദരകാന്ഡം പറയാമെന്ന് വിചാരിച്ചത്. നാളെ മുതൽ നമ്മൾ യുദ്ധകാന്ഡം കഥ ആരംഭിക്കും. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞു വച്ചിരുന്നത് രാവണൻ സീതയെ കാണാൻ വരുന്നതും സീതയോട് വളരെ തന്നെപ്പറ്റി സ്വയം പുകഴ്ത്തി രാവണൻ സംസാരിക്കുന്നതും, നിൻ്റെ ഭർത്താവായുള്ള രാമനെ കൊണ്ട് എന്താണ് ഗുണം, അതുകൊണ്ട് നീ എൻ്റെ അന്തഃപുരത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാവണൻ പറയുന്നതും അതിന് സീത കൊടുക്കുന്ന മറുപടിയും ഒക്കെയാണ്. ഗംഭീരമായ മറുപടികളൊക്കെയാണ് സീത കൊടുക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ഈ അവിടെ എൻ്റെ ഭർത്താവ് ഇല്ലാതിരുന്ന സമയം നോക്കി നീ പേടിച്ച് വേഷം മാറി ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ഇരുവരും കാണാതെ നീ എന്നെ കട്ടുകൊണ്ട് വന്നതല്ലേ, നീയാണോടാ പുരുഷൻ, എന്നിട്ടാണ് ആണത്തം പറയുന്നത് എന്നൊക്കെ സീത അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ രാമൻ ഇവിടെ വരും, നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും വലിയ സമുദ്രമൊക്കെ കടന്ന് എൻ്റെ ഭർത്താവ് വരില്ല എന്ന്. പക്ഷേ രാവണ, നീ അറിഞ്ഞോ, എൻ്റെ ഭർത്താവ് ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇവിടെ വരികയും ചെയ്യും, നിന്നെ കൊല്ലുകയും ചെയ്യും, അതിനുശേഷം എന്നെ വീണ്ടെടുക്കുകയും ചെയ്യും. അങ്ങനെ വളരെ ഗംഭീരമായ മറുപടിയൊക്കെ സീത പറയുകയാണ്. അപ്പോൾ രാവൺ ദേഷ്യം വന്ന് കൊല്ലാനായിട്ട് സീതയെ വെട്ടാനായിട്ട് പോകുമ്പോൾ മണ്ഡോദരി തടുക്കുകയും മണ്ഡോദരി വളരെ രാവണനോട് ചോദിക്കുവാണ്, നാണമില്ലേ രാവണ ഇങ്ങനെ സ്ത്രീകളെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ. അപ്പോൾ രാവണന് ഒരു ലജ്ജ തോന്നി. അപ്പോൾ രാവണൻ അവിടെ നിന്ന് രാക്ഷസ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവളോട് പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റി എനിക്ക് അനുകൂലമാക്കി തരാനായിട്ട്. അങ്ങനെ പറഞ്ഞ് രാവണൻ അവിടെ നിന്ന് പോകുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയേണ്ടത് ഹനുമത് സീത സംവാദം മുതൽ ഉള്ള ഭാഗമാണ് പറയേണ്ടത്. അങ്ങനെ സുന്ദരകാന്ഡം ഇന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെയാണ് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് ഇതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ സീത രാവണനോട് പോയതിന് ശേഷം സീത സ്വയം മനസ്സിലിങ്ങനെ വിചാരിച്ച് കരയുകയാണ്, ഈ രാക്ഷസന്മാർ എൻ്റെ ഉടല് ഭക്ഷിക്കുന്നതിന് മുമ്പേ എൻ്റെ രാമൻ ഇവിടെ വരുമോ, എന്നെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ വളരെ, എൻ്റെ ഭർത്താവ് എന്നെ മറന്നോ, എൻ്റെ ഭർത്താവ് എന്താണ് എന്നെ കാണാനായിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ്, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സീത സ്വയം ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി ആ സമയത്ത് ആ രാവണൻ്റെ വരവ് എല്ലാം കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടെയുണ്ട്, ശിംശിബാ വൃക്ഷത്തിൻ്റെ മുകളിലുണ്ട് അല്ലേ. നമ്മൾ അവിടെ നിന്നുകൊണ്ട് രാവണൻ്റെ ചേഷ്ടിതങ്ങളും രാവണൻ പറയുന്നതും സീത അതിന് കൊടുക്കുന്ന മറുപടിയും എല്ലാം ഹനുമാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ഇതെല്ലാം കേൾക്കുന്നുമുണ്ട്. ഉടൻ തന്നെ ഹനുമാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആ രാമൻ്റെ കഥ, രാമൻ്റെയും സീതയുടെയും കഥ, അത് അവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് അവിടെ ഇരുന്ന് ആ ഹനുമാൻ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് രാമായണം കഥ പറയുന്നത് പോലെ അങ്ങ് പറയാൻ തുടങ്ങി. ജഗദമലനയൻ, അങ്ങനെ ആ ദശരഥൻ്റെ പുത്രനായിട്ട് ആ ജഗദമലനയനായിട്ടുള്ള ആ ഭഗവാൻ
ഭഗവാന് തുല്യരായിട്ട് ബാക്കി 3 പേരും കൂടെ ജനിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രാമൻ്റെ ആ ഒരു കഥ അങ്ങനെ പറയുകയാണ്. അങ്ങനെ ജടായുവിനെ സീതാദേവി പറഞ്ഞിട്ട് അച്ഛൻ്റെ നിയോഗപ്രകാരം അവർ കാട്ടിലേക്ക് വന്നതും രാവണരാക്ഷസൻ ദേവിയെ മാരീചൻ്റെ വേഷത്തിൽ മാനായിട്ട് സഹായിയായിട്ട് മാരീചനെ വിടുകയും അതിനുശേഷം ദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയതും ആ സമയത്ത് ജടായു വന്ന് തടസ്സം നിന്നതും ജടായുവിനെ ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയതും ദേവി അനുഗ്രഹിച്ചതും അങ്ങനെ തുടർന്ന് കബന്ധനെ വധിച്ചതും അതുപോലെ ശബരിയുടെ ആശ്രമത്തിൽ ചെന്നതും ശബരി ഋഷ്യമുഖാചലത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും അവിടെ വെച്ച് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയും അതിൽ സഖ്യം ഇതാണ്, ബാലിയെ വധിക്കാമാണ് ശ്രീരാമനും. അതുപോലെ തന്നെ സുഗ്രീവന് രാജ്യം തിരികെ ഏൽപ്പിക്കാം, അങ്ങനെ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം തിരികെ ഏൽപ്പിക്കാമെന്ന് ശ്രീരാമനും. എന്നാൽ സുഗ്രീവനാണെങ്കിൽ ആ സീതാ അന്വേഷണത്തിന് രാമനെ സഹായിച്ച് സീതയെ കണ്ടുപിടിച്ചു കൊള്ളാം എന്നുള്ള വാക്കിൽ അവർ പരസ്പരം സഖ്യം ചെയ്തു. അങ്ങനെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിക്കുകളിലേക്കും വാനരന്മാരെ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ തെക്ക് ഭാഗത്തേക്ക് വന്ന ഒരു വാനരനാണ്, അങ്ങനെ തെക്ക് ഭാഗത്തേക്ക് വന്നവനാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്നൊരു കഥ പറയുകയാണ്. അങ്ങനെ എന്താ പറയുക, സമുദ്രമൊക്കെ ചാടിക്കടന്നാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയാണ്, തരുനികരവരമറിയ ശിംശിപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത. അങ്ങനെ ആ ശിംശിപാ വൃക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഭവതിയെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുകയാണ്, കിമിതിരകുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ പുന. ഇത് ആരാണ് ഈ രാമൻ്റെ ചരിത്രം, രാമൻ്റെ കഥ ഇവിടെ ആരാണ് പറയുന്നത്? ആകാശമാർഗത്തിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുന്നത്? എത്ര മനോഹരമായിട്ടാണ് ആ രാമൻ്റെ കഥ പറയുന്നത്. സീതാദേവി വിചാരിക്കുകയാണ്, ഇനി ആ പവനൻ, അതായത് ആ വായുദേവനെങ്ങാനും ഇനി എൻ്റെ അടുക്ക വന്നിട്ട് ഇത് പറഞ്ഞ് കേൾപ്പിക്കുന്നത് വല്ലതും ആണോ? കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് പറയുകയാണോ? അതോ ഇനി എനിക്ക് മനസ്സിൽ വെറുതെ വിഭ്രാന്തി കൊണ്ട് തോന്നുന്നതാണോ? ആരാണ് ഇപ്പോൾ ഇവിടെ ഈ രാമകഥ ഇങ്ങനെ പറഞ്ഞത്? സീത ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് സത്യമാകണേ ദൈവമേ എന്ന് പറയുകയാണ്. ഇത് ഞാനിപ്പോൾ കേട്ടതൊക്കെ സത്യമാവണേ. ഇനി ഏതെങ്കിലും ഒരു പുരുഷൻ ഇത് എൻ്റെ അടുക്ക വന്ന് പറയുകയാണെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഉത്തമന്മാരിൽ വെച്ച് അത്യുത്തമനാണ്. ഇനി അങ്ങനെ ഒരു പുരുഷനെ ഞാൻ കാണായി വരണമേ. എൻ്റെ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതെല്ലാം കണ്ട് അറിഞ്ഞ ഒരു പുരുഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പുരുഷനെ എനിക്ക് കാണാൻ കഴിയണേ എന്നൊക്കെ സീത മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ദേവിയുടെ ആ വചനമൊക്കെ മാരുതി ഹനുമാൻ സ്വാമി മുകളിലിരുന്ന് ശിംശിപാ വൃക്ഷത്തിന് മുകളിലിരുന്ന് കേട്ടിട്ട് വളരെ പതുക്കെ താഴത്തോട്ട് ഇറങ്ങി വന്നു. ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് നേരെ ദേവിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, ഭക്തിപൂർവ്വം നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇവിടെ ഈ നിശിചരപതി, അതായത് ഈ രാവണൻ തന്നെ ഇവിടെ ഇനി വേറെ വേഷം മാറി വന്നിനി എന്നെ പറ്റിക്കാൻ വേണ്ടി വരികയാണോ എന്നൊക്കെ സീത വിചാരിക്കും. ഹനുമാനെ കണ്ടപ്പോഴത്തേക്കും കുസൃതി ദശമുഖന് പെരുതെന്ന് നിരൂപിച്ചു. ഇത് ഒക്കെ ആ കുസൃതിയാണ്, ആ ദശമുഖൻ്റെ ആ രാവണൻ്റെ കുസൃതിയാണെന്ന് കണ്ടിട്ട് ദേവി എന്ത് ചെയ്തു, വീണ്ടും തല താഴ്ത്തി തന്നെ കുനിഞ്ഞു തന്നെ ഇരുന്നു. അങ്ങനെ കുമ്പിട്ട് ദേവി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ്, ശരണമിഹ ചരണ സരസിജമഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. അമ്മേ, അവിടുന്ന് എന്നെ സംശയിക്കേണ്ട, എനിക്ക് അവിടുത്തെ പാദങ്ങൾ മാത്രമേ ശരണമുള്ളൂ. ഞാൻ രാമൻ്റെ ദാസനാണ്. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദൻ. അല്ലയോ സുന്ദരി ദേവി,
ഞാൻ കപികുലതിലകനായിട്ടുള്ള സൂര്യാത്മജനായിട്ടുള്ള സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവൻ്റെ ഭൃത്യനാണ്, ജഗൽപ്രാണനന്ദനാണ്, ഈ ജഗത്തിന് മുഴുവൻ പ്രാണൻ കൊടുക്കുന്ന ആ വായുവിൻ്റെ പുത്രനാണ് ഞാൻ. എനിക്ക് കപടം അത് എനിക്കറിയില്ല. എന്താണ് കപടം? കർമ്മണാ വാച മനസാപി മാതാവേ അമ്മേ, ഞാൻ എൻ്റെ മനസ്സിൽ കപടം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. കർമ്മത്തിലും മനസ്സിലും വാക്കിലും കപടം എനിക്കറിയില്ല അമ്മേ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ദേവി ചോദിക്കുകയാണ്, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്ഫുടമായിട്ട് ഇങ്ങനെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ വാനരന്മാർക്ക് മനുഷ്യരുമായിട്ട് ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? അതിനെ കാരണം അത് നീ എന്നോട് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശൃണുസുമുഖിയ, അമ്മയെ കേട്ടുകൊള്ളൂ. അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ്റെ വൃത്താന്തം എല്ലാം ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു. ദേവി അങ്ങ് ആ കനകമൃഗത്തിനെ കണ്ട് മോഹിച്ചപ്പോൾ അതിൻ്റെ പുറകെ രാമൻ പോയി. അതൊരു മാരീചൻ എന്ന് പറഞ്ഞ അസുരനായിരുന്നു. അത് ഭഗവാൻ അതിനെ അമ്പെയ്തു, അതിനെ കൊന്നു. അതിനുശേഷമാണ് ആ അമ്മയെ വന്നിട്ട് ആ നിശാചരൻ വന്ന് കട്ടുകൊണ്ടുപോയത്. ആ സമയത്ത് ആണ് ജടായുവിനെ ഭഗവാൻ കണ്ടു. അങ്ങനെ അവൻ ആണ് ഈ ചരിതങ്ങളെല്ലാം ഭഗവാനെ അറിയിക്കുന്നത്. അപ്പോൾ ആ പക്ഷീന്ദ്രന് ഭഗവാൻ മുക്തി കൊടുത്തു. അതിനുശേഷം കബന്ധഗതി നൽകി. തുടർന്ന് ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന് ഭഗവാൻ അങ്ങനെ ശബരിക്ക് മുക്തി കൊടുത്തു. അങ്ങനെ ആ ശബരിയാണ് ഋഷ്യമൂകാചലത്തിൻ്റെ ഇതിലേക്ക് പോകാൻ അവരെ നിർദ്ദേശിച്ചത്. അങ്ങനെ രാമലക്ഷ്മണന്മാർ അങ്ങോട്ട് പോയ സമയത്ത് എന്നെ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കാണിച്ചു തരികയും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് സംസാരിച്ചു. അങ്ങനെ അവർ പരസ്പരം സഖ്യം ചെയ്തു. അഗ്നിസാക്ഷിയായിട്ടാണ് സഖ്യം ചെയ്തത്. അപ്പോൾ അതിൽ സഖ്യം ഇതായിരുന്നു, രാമൻ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യവും അദ്ദേഹത്തിൻ്റെ പത്നിയെയെല്ലാം തിരിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. തിരിച്ച് അദ്ദേഹം സുഗ്രീവൻ സത്യം ചെയ്ത് ദേവിയെ കണ്ടുപിടിച്ച് സീതാന്വേഷണത്തിന് പങ്കെടുക്കാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആണ് ഈ ഞങ്ങൾ തമ്മിൽ രാമൻ ലക്ഷ്മണന്മാരും വാനരന്മാരുമായിട്ടൊരു സഖ്യം ഉണ്ടായത് എന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങളെ 4 ദിക്കിലേക്കും സീതാ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു. അങ്ങനെ ഓരോ കൂട്ടത്തിലും കേമന്മാരായിട്ടുള്ള ലക്ഷം വാനരന്മാരുണ്ട്. അങ്ങനെ തെക്കോട്ട് പോരുന്ന എൻ്റെ കയ്യിലാണ് രഘുപതി ഒരു അങ്കുലീയം തന്നു. ഇത് അമ്മയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ നാമാക്ഷരങ്ങൾ അടങ്ങിയ ആ അങ്കുലീയം അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അടയാളവാക്യവും എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ആ മോതിരം ഹനുമാൻ ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എന്നിട്ട് വളരെ എന്താ പറയുക, വിനയത്തോടുകൂടി ഹനുമാൻ ഇങ്ങനെ തൊഴുതു നിന്ന സമയത്ത് ദേവിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. ആ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് കണ്ണുനീര് ദേവിക്ക് വന്നു. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു മുദ്രം കണ്ടപ്പോൾ. അപ്പോൾ അത് ദേവി എടുത്ത് ശിരസോട് ചേർത്ത് വെച്ചു. എന്നിട്ട് പറയാണ്, പ്ളവകുലപരിവൃഢ മഹാമതിമാൻ ഭവാൻ
പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. പറയാണ് ദേവി പറയാണ്, ഹനുമാനെ, നീ എത്ര മഹാനാണ്, നീ എത്ര യോഗ്യനാണ്, നീ എൻ്റെ പ്രാണദാതാവാണ്. ഞാൻ ഇതിനു മുമ്പ്, നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചോലോ എന്ന് പോലും ഓർത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പുണ്ട് രാമൻ ഇവിടെ വരും എന്നുള്ളത്. നീ എൻ്റെ പ്രാണദാതാവാണ്. അങ്ങനെ മാത്രമല്ല, ധാരാളം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ മാത്രമേ രാമൻ എൻ്റെ അടുത്തേക്ക് അയക്കുകയുള്ളൂ. അങ്ങനെ ഒരു വളരെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, അമ്മ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു ഭഗവാന്, അതുകൊണ്ടാണ് വരാതിരുന്നത്, അല്ലാതെ അമ്മയെ മറന്നിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞു. താമസിയാതെ തന്നെ അപ്പോൾ ദേവി പറയുകയാണ്, ഇനി പെട്ടെന്ന് തന്നെ ആ ദശമുഖനെ നിഗ്രഹിച്ച് എൻ്റെ ദുഃഖമൊക്കെ കളയാനായിട്ട് നീ ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അപ്പം ഹനുമാൻ സ്വാമി എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ എൻ്റെ ചുമലിൽ എടുത്തുകൊണ്ട് ഞാൻ ലങ്കയിൽ നിന്ന് കടത്തി രാമൻ്റെ അടുത്ത് കൊണ്ടുപോയി വിടാമെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുകയാണ്, എൻ്റെ രാമനെ അല്ലാതെ മറ്റൊരു അന്യപുരുഷനെ ഞാൻ സ്പർശിക്കുകയില്ല ഹനുമാനെ. മാത്രമല്ല, അതെൻ്റെ രാമന് കളങ്കവുമാണ്. അപ്പോൾ രാമൻ തന്നെ ഇവിടെ വന്ന് ഈ ദശവദനനെ, ഈ രാവണനെ വധിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതാണ് രാമൻ ചെയ്യുകയുള്ളൂ. അതുതന്നെയാണ് രാമന് കീർത്തി നൽകുന്നതും എന്ന് പറയുകയാണ്. അങ്ങനെ താമസിയാതെ ഇങ്ങോട്ട് വരാൻ നീ പറയുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു അടയാളവാക്യം പറയാം, ഇത് രാമനോട് ചെന്ന് അറിയിക്കൂ എന്ന് പറയാണ്. എന്നിട്ട് അടയാളവാക്യവും പറഞ്ഞു. എന്നിട്ട് ഒരു ചൂടാമണി എടുത്ത് ആ ദേവി മാരുതിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, പണ്ട് ഞങ്ങൾ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുമുടിയും ഞാനിങ്ങനെ, ഭഗവാൻ എൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കാക്ക വന്ന് എന്നെ, ജയന്തൻ, അതായത് ഇന്ദ്രൻ്റെ പുത്രനായുള്ള ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് എന്നെ കൊത്താൻ തുടങ്ങി. ഭഗവാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാൻ ഉണരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റൊന്നുമില്ല. പക്ഷേ അവൻ എന്നെ വന്ന് കൊത്തി. എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചോര ഒലിക്കുന്നത് കണ്ട് രാമൻ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരത്തിൽ ചോര ഒലിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ രാമൻ അവിടുന്ന് ഒരു പുല്ല് എടുത്ത് പറിച്ച് അത് മന്ത്രം ജപിച്ച് അസ്ത്രമാക്കി അവനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അവൻ അതും കൊണ്ട് ഓടി. അവൻ അവസാനം ഭഗവാനെടുക്ക് വന്ന് അഭയം ചോദിച്ചു, എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറയുകയാണ്, എൻ്റെ സായകം, എൻ്റെ അസ്ത്രം ഒരിക്കലും നിഷ്ഫലമായിട്ട് വരികയില്ല. അതുകൊണ്ട് തൽക്കാലം അതിൽ നിൻ്റെ ഒരു കണ്ണ് പോകും എന്ന് പറഞ്ഞ്, നിൻ്റെ ജീവന ആപത്തൊന്നും വരില്ല, പക്ഷെ നിൻ്റെ കണ്ണ് ഒരെണ്ണം പോകും എന്ന് പറഞ്ഞ് അങ്ങനെ രാമൻ എൻ്റെ ആ ഒരു സംഭവം നടന്ന കാര്യം ദേവി അവിടെ അറിയിക്കുകയാണ്. അപ്പോൾ ആ ഹനുമാൻ സ്വാമിക്ക് പറയേണ്ട അടയാളവാക്യമാണ് ഇവിടെ ദേവി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ടും പറയുകയാണ്, രാമന് ഇത്ര നാളും കൂടെ വന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ്, ഭവതി പുനരിവിടെ മരുവീഴുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും. അതുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നത്. ഇവിടെയുള്ള കാര്യം രാമൻ അറിഞ്ഞില്ലല്ലോ. ഇനി പെട്ടെന്ന് തന്നെ വരും. അതോടുകൂടി ആ രാക്ഷസകുലം മുഴുവനും ലങ്കയും എല്ലാം തന്നെ ഭഗവാൻ ഭസ്മമാക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ദേവിക്കൊരു വീണ്ടും ഒരു സംശയം, അധിക കൃഷ തനുരിക ഭവാൻ കവിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ, ചൊല്ലു നീ. എടാ ഹനുമാനെ, നീ ഒന്നും ആലോചിച്ച് നോക്കിയേ, ഇത്രയും കുഞ്ഞു ശരീരമുള്ള ആൾക്കാർ നിന്നെ പോലെ തന്നെ ഉള്ളവരല്ലേ ബാക്കിയുള്ളവരും. പിന്നെ എങ്ങനെയാണ് ഇത്രയും ശക്തന്മാരായിട്ടുള്ള ഈ പർവ്വതത്തെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ആണ് നീ ശാചരന്മാർ, ഈ രാക്ഷസന്മാർ? നിങ്ങൾ ഇത്രയും ചെറിയ ശരീരം, കൃശശരീരന്മാരായിട്ട് ആൾക്കാർ, വാനരന്മാർ, നിങ്ങളെങ്ങനെയാണ് ഈ ഹനുമാനോട്, ക്ഷമിക്കണം, ഈ രാവണനോടും അതുപോലെ തന്നെ മറ്റ് രാക്ഷസന്മാരോടും എങ്ങനെയാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കുകയാണ്.
ഉടൻ തന്നെ ആ ദേവിയുടെ വചനം കേട്ടപ്പോഴത്തേക്കും ഹനുമാൻ എന്ത് ചെയ്തു? ഒരു പർവ്വത തുല്യനായിട്ട് നിന്നാൻ അതിദ്രുതം. ആ കുഞ്ഞൊരു വാനരനായിട്ട് നിന്ന ഹനുമാൻ എന്ത് ചെയ്തു? ഒരു പർവ്വതം കണക്ക് എങ്ങനെ വലുതാകുമോ അതുപോലെ ഭഗവാൻ അവിടെ ആ ഒരു പർവ്വത തുല്യനായിട്ട് നിന്നു. ആതാമിതില നൃപതി സുതയോട് ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനനന്ദനൻ, ഇതു കരുതുക കമലരിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. അമ്മ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എന്നെപ്പോലെ ഇതുപോലെ പർവ്വത തുല്യ ശരീരങ്ങളാകാൻ പറ്റുന്ന 21 വെള്ളം പടയുണ്ട്. അതായത് ഒരു വെള്ളം പട എന്ന് പറഞ്ഞാൽ തന്നെ അസംഖ്യം കോടിക്കണക്കിന് സൈന്യങ്ങളാണ് ഒരു വെള്ളം പട എന്ന് പറയുന്നത്. അങ്ങനെ 21 വെള്ളം പടയുണ്ടമ്മേ ഇതുപോലെ എന്നെ പോലുള്ള വാനരന്മാർ. അവർ ഈ രാക്ഷസ വംശത്തിന് ഒരന്തകന്മാരായിട്ട് തന്നെ തീരുമമ്മേ എന്ന് പറയാണ്. രജനീ വിരവോട് കഴിയുമിനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലപദേവി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട. രാക്ഷസ സ്ത്രീകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അവരുടെ കണ്ണിൽ പെടാതെ നീ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ സമുദ്രത്തിനെ കടന്നു ചെന്നിട്ട് ആ രാമനോട് ഇവിടെ നടന്ന വൃത്താന്തങ്ങളെല്ലാം നീ അറിയിച്ച് ആ ഭഗവാന് തൃക്കൈയിൽ ആ ചൂടാരത്നവും കൊടുത്ത് ഇവിടെയുള്ള ആ വർത്തമാനങ്ങളെല്ലാം നീ അറിയിക്കൂ ഹനുമാനെ എന്ന് പറയുകയാണ്. അപ്പം ഭഗവാൻ അവിടുന്ന് പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും 3 വലത്ത് വെച്ചിടിനാൻ. വിടതരിക ജനനീ വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. അപ്പോൾ അമ്മേ എനിക്ക് ഇവിടുന്ന് പോകാനുള്ള അനുമതി നൽകിയാലും എന്നൊക്കെ പറഞ്ഞ് ആ ദേവിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വലം വച്ച് യാത്ര അനുവാദം ചോദിച്ചു. ഭവതു ശുഭമയി തനയ പതിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. അല്ലയോ പുത്ര, നീ എൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അറിയിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് സുഖമോടിക ജഗതി സുചിരം ജീവ നീ സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിര ശക്തിയും. അല്ലയോ പുത്ര, അപ്പോൾ ദേവിക്ക് തൻ്റെ മകനോട് പറയുന്ന ഒരു വാത്സല്യമാണ് തോന്നിയത്. അല്ലയോ പുത്ര ഹനുമാനെ, നീ സുഖമായിട്ട് പോയിക്കോളൂ, നിനക്ക് വഴിയിൽ ഒരാപത്തും സംഭവിക്കുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം ഹനുമാൻ അവിടുന്ന് പിൻവാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ഹനുമാൻ ഒന്ന് ചിന്തിച്ചു. ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഇത് പറഞ്ഞ് കണ്ടിങ്ങ് പോരുന്നതല്ല, എന്താണ് തൻ്റെ ആഗമന ഉദ്ദേശം എന്ന് ഈ ദൂതൻ അറിയിക്കേണ്ടതായിട്ടുള്ളൊരു കടമയുണ്ട്. ഈ ആരാണോ തെറ്റ് അവിടെ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ, ആ ദൂതനായിട്ട് വന്ന ആളിൻ്റെ ഒരു സാന്നിധ്യം, അയാൾ എത്ര ശക്തനാണ് എന്നുള്ളത് ആ രാവണൻ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് ദേവിയെ കണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് രാവണൻ അറിയുകയില്ല. അപ്പം രാമൻ എത്ര ശക്തനാണെന്നും രാമൻ്റെ കൂടെയുള്ള വാനരന്മാരെത്ര ശക്തരാണെന്നും രാവണനെ അറിയിക്കണം. അതൊരു ദൂതൻ്റെ കടമയാണ് എന്ന് ശരിക്കും ഹനുമാന് തന്നെ അങ്ങോട്ട് തോന്നുകയാണ്. ഇതൊന്നും രാമൻ പറഞ്ഞിട്ടോ സീത പറഞ്ഞിട്ടോ ഒന്നും ചെയ്യുന്ന കാര്യമല്ല, അതൊരു ദൂതൻ്റെ ധർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ഹനുമാൻ അവിടെ വിചാരിക്കുകയാണ്. അതിനുശേഷം രാവണനെ കണ്ട് കുറച്ച് കാര്യങ്ങളുമൊക്കെ രാവണനോട് സംസാരിക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം അവരെ ശ്രദ്ധയൊക്കെ ഒന്ന് ആകർഷിക്കണം, ആ രാക്ഷസകുലത്തിനെ മൊത്തത്തിലൊന്ന് ഇളക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നിട്ട് ആ ഉദ്യാനം, രാവണൻ്റെ ഗംഭീരമായ ഉദ്യാനങ്ങളൊക്കെ അട്ടിച്ച് തകർക്കാൻ തുടങ്ങി. അവിടെയുള്ള ആൾക്കാരെയൊക്കെ വധിക്കാൻ തുടങ്ങി. ഇത് കണ്ടത് ഒരു വാനരൻ ഒരു ഭയവുമില്ലാതെ അവിടെ വന്നിട്ട് ആ ഉദ്യാനമൊക്കെ ഇടിച്ചു പൊടിച്ച് കളയുവാണ്. കാണുന്നവരൊക്കെ തല്ലി ഓടിക്കുവാണ്. അപ്പോൾ ഇത് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ്.
രാവണൻ്റെ കൊട്ടാരങ്ങളും ഉദ്യാനവും അതുപോലെ പഴങ്ങളും ഇതെല്ലാം ഹനുമാൻ അവിടെ തല്ലി തകർത്ത ഉദ്യാനം തവിട് പൊടിയാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആൾക്കാരൊക്കെ പേടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടുകയാണ്. അപ്പം രാവണനും മന്ത്രിമാരും മേഘനാഥനും ഒക്കെ നോക്കുമ്പോഴത്തേക്കും ധാരാളം ആൾക്കാർ പേടിച്ച് അലറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ഏതോ ഒരു കുരങ്ങൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പേടിച്ച് ഓടുകയാണ്. അപ്പോൾ ഇവർ ഇത് രാവണൻ അറിഞ്ഞു. അങ്ങനെ രാവണൻ തൻ്റെ ആദ്യമേ കുറച്ച് സൈന്യങ്ങളെയൊക്കെ അയച്ചു, കുറച്ച് പട്ടാളക്കാരെയൊക്കെ അയച്ചു. പക്ഷേ ഇവർക്ക് ആർക്കും ഹനുമാനെ ഒന്ന് തൊടാൻ പോലും സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരെയും ഹനുമാൻ സ്വാമി യമപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആദ്യം 4 പേരായി, പിന്നെ 8 പേരായി, 16 പേരായി, അങ്ങനെ ആയിരക്കണക്കിന് സൈന്യങ്ങൾ ഹനുമാൻ്റെ അടുത്ത് ചെന്നെങ്കിലും ഹനുമാനെ ഒന്ന് തൊടാൻ പോലും ഇവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, വന്നവരാരും പിന്നെ തിരികെ കൊട്ടാരത്തിലേക്ക് പോയിട്ടില്ല. എല്ലാവരെയും യമപുരിയിലേക്ക് ഭഗവാൻ തിരിച്ചയച്ചു. അത് തിരികെ രാവണനെ കണ്ട വിവരം രാമനെ അറിയിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, അതിൽ ഒരു 1/3 സൈന്യത്തിനെ ഞാൻ തന്നെ അവിടെ കൊന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും യമപുരിയിലേക്ക് അയച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അപ്പം രാവണൻ്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരൻ പറയാണ്, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാം, ഞാൻ പോയിട്ട് ദുഷ്ടനായിട്ടുള്ള ആ വാനരനെ ഇപ്പോൾ തന്നെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആ അക്ഷകുമാരൻ ചെന്നു. അക്ഷകുമാരനെ ഭഗവാൻ ഗത കൊണ്ടടിച്ച് അവനെയും വധിക്കുകയുണ്ടായി. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും രാവണന് ദുഃഖം സഹിക്കാൻ വയ്യാൻ പറ്റാത്ത ദുഃഖം. അപ്പോൾ രാവണൻ തന്നെ ഉടൻ ചാടി ഇറങ്ങി ഇവനെ ഞാനിപ്പോൾ വധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രജിത്ത് പറയുന്നത്, വേണ്ട അച്ഛാ, ഞാൻ തന്നെ പോകാം, ഞാൻ പോയിട്ട് ആ വാനരനെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയും അങ്ങനെ ഹനുമാനും ഇന്ദ്രജിത്തുമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയും ഇന്ദ്രജിത്തിനെ നിലംപരിശാക്കുന്ന രീതിയിൽ ഹനുമാൻ യുദ്ധം ചെയ്യുകയാണ്. ഇന്ദ്രജിത്തിന് ഒരു രീതിയിലും ഹനുമാനെ അതിൻ്റെ ഒപ്പം എത്താനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെയാണ് ഹനുമാൻ ഓരോരോ അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നതും ആ ഗദകൾ കൊണ്ടുള്ള അഭ്യാസവും എല്ലാം. എന്തെല്ലാം അഭ്യാസങ്ങളാണ് അവിടെ ഹനുമാൻ സ്വാമി അവിടെ ആ ഇന്ദ്രജിത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവസാനം ഇന്ദ്രജിത്തിന് തോന്നി, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ച് അത് വലിയ 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 ധീരന്മാരായിട്ടുള്ള അത്ര ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ ഈ വാനരനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാന്റെ നേരെ അസ്ത്രം അയച്ചു. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിനെ ഭഗവാൻ ആ ബ്രഹ്മാവിനെ നമസ്കരിക്കുന്നത് പോലെ ആ അസ്ത്രത്തെ നമസ്കരിച്ചു. ആ അസ്ത്രം വന്നിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കൊണ്ടു ഭഗവാൻ ഇങ്ങനെ ബോധം പോകുന്നത് പോലെയൊക്കെ കാട്ടി. അപ്പോൾ തന്നെ ചങ്ങലകൾ കൊണ്ട് ഭഗവാനെ ബന്ധിച്ചു. ഭഗവാൻ ഒന്നും സംഭവിച്ചിട്ടില്ല, എങ്കിലും എന്തോ പറ്റിയതുപോലെ അങ്ങനെ ഒരു ബോധ കെട്ട് കിടക്കുന്ന പോലെ അങ്ങ് കിടന്നു. ഉടനെ ലങ്കയിലുള്ള രാക്ഷസന്മാരെല്ലാവരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പൊക്കാൻ തന്നെ 10,000-2000 അസുരന്മാർ വേണ്ടി വന്നു. അവർ പൊക്കിയെടുത്തുകൊണ്ട് അങ്ങനെ രാവണൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഭഗവാൻ അവിടുന്ന് എഴുന്നേറ്റു. തൻ്റെ ശരീരം ഒന്ന് നന്നായിട്ടൊന്ന് വികസിപ്പിച്ചപ്പോൾ തന്നെ ഈ കെട്ടുപാടുകളെല്ലാം വിട്ടുപോയി. അങ്ങനെ ഹനുമാൻ്റെ സന്നിധിയിൽ വന്നു. ഹനുമാൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ ഹനുമാൻ അവിടെ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. തനിക്ക് ഇരിക്കാൻ സീറ്റോ ഒന്നുമില്ല. അപ്പോൾ അവിടെ തന്നെ ആ ഹനുമാൻ എന്ത് ചെയ്തു, തൻ്റെ വാല് കൊണ്ട് തന്നെ ഒരു സിംഹാസനമുണ്ടാക്കി അത് രാവണൻ്റെ മുകളിലായിട്ട് ഹനുമാൻ അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് വർത്തമാനങ്ങൾ അവിടെ രാവണനുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല, പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. ഇത്രയൊക്കെ ചെയ്തെങ്കിലും ആ ഹനുമാന് ഒരു പീഡയും ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പം അങ്ങനെ ആ പ്രഹസ്തനോട്
പ്രഹസ്തൻ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയാണ്. പ്രഹസ്തനാണ് ആദ്യമേ ഹനുമാനോട് സംസാരിച്ചു തുടങ്ങുന്നത്. ഉപവനവും മനിഷമതു കാക്കുന്നവരെയും ഊക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും. അങ്ങനെ പ്രഹസ്തൻ ചോദിക്കുകയാണ്, നീ ആരുടെ ദൂതനാണ്? നീ എന്തിനാണ് ഈ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞത്? എന്തിനാണ് നീ മറ്റുള്ളവരെയൊക്കെ വധിച്ചത്? എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, നിനക്ക് പേടിയൊന്നും വേണ്ട, നീ പേടിക്കണ്ട വനര, നീ പേടിക്കൊന്നും വേണ്ട. ഭയമഖിലം അകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക നീ. ഇത് ബ്രഹ്മസഭയ്ക്കൊത്ത ഒരു സഭയാണ്. ഇവിടെ കള്ളത്തരങ്ങളൊന്നുമില്ല, അധർമ്മങ്ങളൊന്നും ഇവിടെ നടക്കില്ല, ഇത് ലങ്കാരാജ്യമാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇതിനുത്തരമായിട്ട് മറുപടി പറഞ്ഞത് ഭഗവാൻ രാവണനോടാണ് പറഞ്ഞത്. സ്ഫുടവചനം അതിവിശദമിത് ചുണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. എടാ ജളപ്രഭോ, വിഡ്ഢി എന്നാണ് വിളിക്കുന്നത്, വിഡ്ഢികളുടെ രാജാവേ, നീ ആരാ? നീ എന്താ വിചാരിച്ചേ? ഞാൻ രാമദൂതൻ ആണ്. ഭുവനപതി മമപതി, എൻ്റെ പതി, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ, ഈ ഭുവനത്തിൻ്റെ പതിയാണ്. പുരന്തര പൂജിതൻ, ഭൂമിയുടെ മാത്രമല്ല, ഈ പുരന്തര പൂജിതൻ, ഇന്ദ്രനാൽ പോലും പൂജിതനാണ്. പുണ്യപുരുഷൻ, നിന്നെ പോലെ ദുഷ്ടനല്ല, പുണ്യപുരുഷനാണ്. പുരുഷോത്തമൻ പരൻ, പുണ്യപുരുഷൻ മാത്രമല്ല പുരുഷോത്തമൻ, പുരുഷന്മാരിലെ ഇത്രയും ഉത്തമനായിട്ടുള്ളതും എൻ്റെ സ്വാമിയാണ്, എൻ്റെ പതിയാണ്. നീ അറിയൂ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വചനം സത്യമാക്കാനായിട്ട് കാനനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ആ ജനകജീവുമായിട്ട് കാട്ടിൽ വാഴുന്ന സമയത്ത് ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. ആ സമയത്തല്ലടാ നീ പോയിട്ട് ആ ജാനകിയെ, ആ സീതാദേവിയെ കട്ടുകൊണ്ടിങ്ങോട്ട് വന്നത്. തവ മരണമിക വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം. നിന്റെ മരണത്തിനത് കാരണമാണ്. പണ്ട് നിനക്ക് ബ്രഹ്മാവ് വരം തന്നിട്ടില്ലേ, ഒരു മനുഷ്യനാൽ നീ മരിക്കുമെന്ന്, അത് ഇതിന് കാരണമാണ്. തദനു ദശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. ഇവിടെ ആ രാമായണ കഥ വീണ്ടും ഇവിടെ രാവണന്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി പറയുകയാണ്. അങ്ങനെ മതങ്കാശ്രമത്തിൽ പോയതും അനലസാക്ഷിയായിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തതും ബാലിയെ വധിച്ചതും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അനേക ലക്ഷം വാനരന്മാരെ പല ദിക്കിലേക്ക് അയച്ചതും അതിൽ തെക്ക് ഭാഗത്തേക്ക് വന്ന ഒരു വാനരനാണ് ഞാൻ. എൻ്റെ പേര് ഹനുമാൻ എന്നാണ് പേര് എന്ന് പറയുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ചോദിച്ചല്ലോ എന്തിനാണ് ഈ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞതെന്ന് ചോദിച്ചല്ലോ. അതിന് മറുപടി ഞാനിപ്പോൾ പറയാം. വനജവിടപൈകളുടനുടനിക തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഈ വനങ്ങളൊക്കെ കാണുന്നു, അതിന് മുകളിലൊക്കെ ചാടിക്കയറി നടക്കുന്നതൊക്കെ തകർത്തുന്നതും അടിച്ചു പറിച്ച് കളയുന്നതും ഒക്കെ ഇതൊക്കെ വാനരവംശത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രകൃതി ശീലമാണ്. അത് പ്രകൃതിയാണത്, ഞങ്ങളുടെ ശീലമാണ്. അതങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ നീ ഇപ്പോൾ ചോദിച്ചല്ലോ നിശിചരവരന്മാരെയൊക്കെ ഞാൻ വധിച്ചത് എന്തുകൊണ്ടാണ്? അത് വേറെ കാര്യമൊന്നുമില്ല, എന്നെ വധിപ്പാനായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അവരെ വധിച്ചത്. അല്ലെങ്കിൽ പിന്നെ അവരെന്നെ വധിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ വധിച്ചു. ഹനുമാൻ എത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ രാവണൻ്റെ അടുക്കുന്നത് സംസാരിക്കുന്നത്. മരണഭയമകതളിരില്ലയാതെ ഭുവേ മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. എന്നിട്ട് വീണ്ടും ഹനുമാൻ സ്വാമി താഴത്തേക്ക് കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് പറയാണ്,
ഈ മരണഭയമില്ലേ, അതെല്ലാ ജന്തുക്കൾക്കും ഉള്ളതല്ലേ, അത് എനിക്കും ഉണ്ട് രാവണ എന്ന് പറയുന്നത്. ദശവദന രാവണ സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. രാവണ, അതുകൊണ്ട് യുദ്ധത്തിൽ എൻ്റെ ശരീരം, എൻ്റെ ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെയൊക്കെ നിഗ്രഹിച്ചത്. അതിനകത്ത് എന്താണ് തെറ്റുള്ളത്? ദേഹികൾക്ക് ഈ ശരീരം ജീർണ വസ്തുവാണെങ്കിലും പക്ഷേ ഈ ശരീരം സ്വീകരിച്ചിട്ടിരിക്കുന്ന ആ ദേഹികൾക്കൊക്കെ പ്രിയം ദേഹമോർക്ക നീ. എല്ലാവർക്കും അവനവൻ്റെ ശരീരം വളരെ പ്രിയം തന്നെയാണ്. തപതനയകരകളിത വിധിപിശിക പാശേന് തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. ഞാൻ നിന്റെ മകനിപ്പോൾ അയച്ചില്ലേ ബ്രഹ്മാസ്ത്രം, അതിന് ബദ്ധനായത് എന്താണെന്നറിയുമോ? കമലഭവമുഖ സുരവര പ്രഭാവേന് മേ കായത്തിനേതുമേ പീഡയുണ്ടായി വര. ഭഗവാന്റെ ആ ബ്രഹ്മാസ്ത്രമായതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും നിന്റെ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. എന്നിട്ട് പറയുകയാണ്, അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ ഹനുമാൻ സ്വാമി രാവണന്. അധു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനാം മോക്ഷതം. അത് കരുതിയിട്ടാണ് നിനക്ക് കുറച്ച് ജ്ഞാനം ഉപദേശിക്കാം എന്ന് കരുതിയിട്ടാണ് നിനക്ക് ഞാനിപ്പോൾ ധർമ്മം ആയിട്ടുള്ള ആത്മോപദേശം നിനക്ക് ഞാനിപ്പോൾ തരാൻ പോവുകയാണ്. മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടൊല മോഹമഹാബുധോ. നീ ഈ നിന്റെ മോഹം, നിന്റെ അഹങ്കാരം ഒക്കെ ത്യജിക്കുക. നീ ത്യജ മനസ്സി ദശവദന, മനസ്സിൽ നിന്ന് ത്യജിക്കൂ. രാക്ഷസീം ബുദ്ധിയെ, നിന്റെ ഈ ബുദ്ധിയില്ലേ, ഈ രാക്ഷസീം ബുദ്ധി, അതിനെ നീ ത്യജിക്കൂ. എന്നിട്ടോ ദൈവീംഗതിയെ സമാശ്രയിച്ചിടു. നീ ആ ദൈവഗതിയെ, ഈശ്വരനെ നീ ആശ്രയിക്കൂ. അതുജനന മരണ ഭയനാശിനി നിർണയം അന്യമായുള്ളതു സംസാരകാരിണി. ആ ദൈവീംഗതിയെ സമാശ്രയിച്ചാൽ അത് ജനന മരണ ഭയത്തിൻ്റെ നാശിനിയാണത്. അല്ലാതെ ഉള്ളതാണ് സംസാരകാരിണിയായിട്ടുള്ളത്. അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കാത്തവർക്ക് എന്നും ഈ സംസാരമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ജീവിയായിട്ട് ജനിച്ചു മരിച്ച് ഈ ഭൂമിയിൽ ഈ സംസാരത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. ആ ദൈവീം ഗതി ആശ്രയിക്കുന്നവർക്ക് ആ ജനന മരണങ്ങളാകുന്ന ആ കാലചക്രത്തിൽ നിന്നും ഒരു മോചനമുണ്ടാകും. അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ള ഈ കാമ കോപ ദ്വേഷ ലോഭ മോഹാദികളൊക്കെ നീ ആദ്യം ഉപേക്ഷിക്കൂ രാവണ. കമലഭവസുതനന്ദനയ നന്ദനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിക്കായിക നീ. നിന്റെ ഈ കർപ്പുരഭാവം, ഈ രാക്ഷസീ ഭാവമൊക്കെ നീ യഥാർത്ഥത്തിൽ നീ ബ്രാഹ്മണന്റെ പുത്രനല്ലേ. അങ്ങനെയുള്ള നീ ഇങ്ങനെ ഈ രാക്ഷസ ഭാവമൊക്കെ നീ ഇപ്പോഴെങ്കിലും ഉപേക്ഷിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ എന്നിട്ട് വീണ്ടും അങ്ങനെ ധാരാളം ഉപദേശങ്ങൾ ഇവിടെ പറയണം. രാമനെ കുറിച്ച് ഇങ്ങനെ ധാരാളം പുകഴ്ത്തി ആ രാമൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയുകയാണ്. വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യൻ അവേദ്യനജ്ഞാനം. അതായത് ഹരിഹരാദികൾക്ക് കൂടി, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് കൂടി അറിയില്ല അവൻ്റെ ആ ഒരു വൈഭവം. ആർക്കും പറയാനും സാധ്യമല്ല. അറിവതിനു പണി പരമപുരുഷം അറിമായങ്ങൾ ആത്മാനം ആത്മനാ കണ്ടു തെളിക നീ. ആ ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കണ്ടിട്ട് മനസ്സിലാക്കി നീ അറിയൂ. നിനക്കൊരു പരമഗതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപദേശങ്ങളൊക്കെ നിന്നോട് പറയുന്നത്.
അനവരതമകതളിരിൽ അലംമിത ഹരിഭ അനവരതമകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം. അനവരതം ഇടതടവില്ലാതെ അകതളിരിൽ ആ ഹൃദയത്തില് അമിതമായിട്ടുള്ള എപ്പോഴും ആ ഹരിഭക്തി ഉള്ളവർക്ക് ആത്മവിശുദ്ധി വരും നിർണയം. എത്ര ദുഷ്ടനാണെങ്കിലും ശരി രാവണ നിനക്കും വരും. അകമലരും അഖമകലും അളവതേ വിശുദ്ധമായി ആശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം. നിന്റെ ഉള്ളിലുള്ള പാപങ്ങളൊക്കെ തീർന്ന് നീ വിശുദ്ധനായി മാറും. നിനക്ക് തത്വജ്ഞാനം ഉള്ളിൽ ഉദിക്കുകയും ചെയ്യും. വിമലധര മനസ് ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവല ആനന്ദാനുഭൂതിയാൽ രജനിചര വരദഗന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും. എപ്പോഴും രജനിചര അല്ലയോ രാത്രിഞ്ചര രാക്ഷസ രാവണ നീ ആ മന്ത്രാക്ഷരദ്വയം ആ രാമ എന്നുള്ള 2 അക്ഷരങ്ങള് രാമരാമേതി സദൈവ ജപിക്കുകയും നീ എപ്പോഴും ആ മന്ത്രം തന്നെ ജപിക്കൂ എന്ന് പറയാണ്. രതി സപതി നിജഹൃതി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും. നിന്റെ ഈ എന്താ പറയുക അമിതമായിട്ടുള്ള മോഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ രാമൻ്റെ പദം ആ രാമൻ്റെ ആ ഒരു പാദം എപ്പോഴും ധ്യാനപദത്തിൽ തെളിഞ്ഞു വരട്ടെ. അതുകൊണ്ട് കുസൃതികളും ഇനി മനസ്സിൽ കനിപോട്ട് കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കൂ. രാവണ എത്ര നാളായി നീ ഇങ്ങനെ അത്യാചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ ഈ മോശം സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഈ വൈകുണ്ഠലോകം ഗമിപ്പാനായിട്ട് വഴി നോക്കുക. ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് നോക്കാനാണ് പറയുന്നത്. പരധനകളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീട്ടൊല. പരധനവും മറ്റുള്ളവരുടെ ധനത്തിലുള്ള നിന്റെ കണ്ണും കളത്രവും മോഹേന പുത്രൻ ഭാര്യ തുടങ്ങിയുള്ള മോഹവും ഇതൊക്കെ പാപമാർജിച്ച് അതുപോലെ തന്നെ പരധനവും കളത്രവും മറ്റുള്ളവരുടെ ഭാര്യമാരിലുള്ള നിന്റെ ആ ഒരു മോഹവും ഇതൊക്കെ നിന്നെ കീഴ്പോട്ട് താത്തുകയുള്ളൂ. ഭഗവാൻ ആരാണെന്നറിയാമോ? ഭഗവാൻ അഖിലേശ്വരനാണ്, മാധവനാണ്, നാരായണനാണ്, ശരണാഗത വത്സലനാണ്, പരമപുരുഷം, പരമാത്മാനമദ്വയം, പരമമായിട്ടുള്ള പദം നൽകുന്ന പുരുഷനാണ് ആ ഭഗവാൻ. പരമാത്മാവാണ് ഭഗവാൻ, അദ്വയനാണ്, രണ്ടില്ലാത്ത ഏക വസ്തുവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭക്തിവിശ്വാസത്തോട് നീ സേവിക്കൂ, എപ്പോഴും സേവിക്കൂ. ശരണമിക ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി. നീ ഭഗവാന്റെ കാൽക്കൽ ചെന്ന് അഭയം പ്രാപിക്കൂ. എന്നിട്ട് നിന്റെ ശത്രുഭാവത്തേക്ക് നീ ത്യജിച്ച് സന്തുഷ്ടനായിട്ട് നീ ജീവിക്കൂ. കലുഷമനവധി ചടുതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. നീ അനവധി കലുഷങ്ങള് ആ ഭഗവാനോട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി. എങ്കിലും നീ ആ ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാരുണ്യമുള്ള മറ്റാരും ഈ പ്രപഞ്ചത്തിൽ ഇല്ലടോ രാവണ, നീ മനസ്സിലാക്കൂ. ഈ ഭഗവാനെ, ആ രാമനെ മനസ്സിലെന്നും കരുതുന്നവന്, എപ്പോഴും കാണുന്നവന്, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവന് ഇനി ഒരു ജന്മം പോലുമില്ല രാവണ, നീ അറിയൂ. ഇത് സനകാദി മഹർഷിമാരുടെ വാക്കുകളാണ്. അത് ഒരിക്കലും അസത്യമായി വരികയില്ല. അപ്പോൾ ശരിക്കും അമൃതസമം വചനം, ശരിക്കും അമൃതസമം രാവണന് ഈ അമൃതസമമായിട്ടുള്ള വാക്കുകളാണത്. ഒരിക്കലും മരിക്കുകയില്ലാത്ത വാക്കുകളാണ് ഇവിടെ ഹനുമാൻ ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇത് കേട്ട് ആ ദശാനനൻ്റെ കോപം, 20 കണ്ണിലും ആ കനല് ചിതറുമാറുന്ന രീതിയിൽ അതുപോലെ കണ്ണൊക്കെ ചുവന്നു. എന്നിട്ട് പറയുകയാണ്, ദേഷ്യപ്പെട്ടു പറയാൻ, തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ, ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ. തില സദൃശം, അതായത് തില എന്ന് പറഞ്ഞാൽ എള്ളിനെ പോലെ അത്രയും ചെറുതായിട്ട് ഇവനെ വെട്ടി നുറുക്കിക്കളയാൻ ഇത്രയും ധിക്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാളിലും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്.
മമ നികടഭുവി വടിവൊപ്പമിരുന്നു മാം. മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? എൻ്റെ അടുത്ത് എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നേക്കാൾ മുകളിലിരുന്നിട്ട് ഈ മറ്റേതെങ്കിലും ഒരു ജന്തു ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യമുണ്ടാകുമോ എന്നോട്? ഈ 3 ലോകങ്ങളെയും ഭരിക്കുന്ന ഈ രാവണൻ്റെ അടുക്കൽ ഭയവും ഒരു വിനയവും ഇവനു കാണാനില്ല. പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ. ഇവന് ഭയവും ഇല്ല, മാത്രമല്ല ഇവനൊരു വിനയവും ഇല്ല. മാത്രമല്ല ഇവൻ വളരെ പാപിയാണ്, ഇവനൊരു ദുഷ്ടാത്മാവാണ്, ഷഠനാണിവൻ. ഇവൻ എന്ന് രാമൻ്റെ കഥ എന്നെടുക്കുമെന്ന് പറയുന്നത് ആരാണ് ഈ രാമൻ? കാനനവാസിയായിട്ടുള്ള സുഗ്രീവൻ ആരാണ്? അവരെ ഞാൻ കൊല്ലും, ജാനകിയെയും കൊല്ലും, അത്യന്തം ദുഷ്ടനുള്ള നിന്നെയും കൊല്ലും. രാവണൻ അങ്ങോട്ട് കടിച്ച് പിടിച്ച് പലരും ദംഷ്ടയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് പറയുന്നത്. ദേശവദന വചനം ഇത് കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാം. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും രാവണൻ്റെ ആ ഒരു ശൗര്യവും ഇതൊക്കെ അത് ഈ രാവണനോർത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പം ഇവിടെ ഹനുമാൻ സ്വാമി പേടിച്ച് ഒന്നും മിണ്ടുകയല്ല, അല്ലെങ്കിൽ ഓടിപ്പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹനുമാൻ അവിടെ നിന്നിട്ട് തിരിച്ചു പറയുകയാണ്, നീനബുധവ മനസ്സിൽ പെരുതത്രയും നന്നു, നീ നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളാൽ തെളിഞ്ഞുള്ളോരു രാവണന്മാർ ഒരുമിച്ച് എതിർത്തിടിലും നിയതമിതു മമ ചെറുവിരൽക്ക് പോരാ. പിന്നെ നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല. രാവണ, നീ എന്താ വിചാരിച്ചേ? നിന്നെ പോലെ 1,00,000 രാവണന്മാർ എൻ്റെ മുമ്പിൽ വന്ന് എതിർത്താലും എൻ്റെ ഒരു ചെറുവിരലിൽ മാത്രമേ ഉള്ളൂ, അത്ര പോലും ഇല്ല. നീ മനസ്സിലാക്കൂ രാവണ എന്ന് പറയുകയാണ്. നിന്നെപ്പോലെ 1000 രാവണന്മാർ എൻ്റെ മുമ്പിൽ നിന്നാലും എൻ്റെ ഒരു ചെറുവിരലിന് അത്രയും പോലും ഇല്ല, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അതും കൂടി കേട്ടപ്പോഴത്തേക്കും രാവണൻ അങ്ങോട്ട് വിറയ്ക്കുകയാണ്, കലിതുള്ളി എന്നിട്ട് പറയുകയാണ്, ഇവിടെ ഇല്ലേ രാക്ഷസന്മാരാരും ഇല്ല, ഇവിടെ ആയുധപാണികളായിട്ട് ആരും ഇല്ലേ ഈ കള്ളനെ കൊല്ലുവാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരുവൻ എന്ത് ചെയ്തു? വളരെ ഒരു വാളുമൊക്കെ പിടിച്ചുകൊണ്ട് വെട്ടാനായിട്ട് രാവണൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ വിഭീഷണൻ കയറി തടഞ്ഞു. അരുതരുത്, ദൂതനെ കൊല്ലാറില്ല, ദൂതനെ കൊല്ലാൻ പാടില്ല, അത് തെറ്റാണ്, ധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് പറയുക. അത് തന്നെയല്ല, ഇവിടെ നടന്ന കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് രാമൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെയാണ് ആരാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി ഇവൻ്റെ ശരീരത്തിൽ അത് നമുക്ക് തിരികെ വിടാം, രാഘവൻ്റെ പക്കലേക്ക് അയക്കാം എന്ന് പറയുകയാണ്. അതാണ് നിർഭോചിതം, നിർഭൻ്റെ ഒരു ഉചിതമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് അതാണ്. ശരി, അപ്പോൾ രാവണന് തോന്നിയതിനകത്ത് ഒരു യുക്തിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എൻ്റെ വീര്യവും ബലവും പരാക്രമവും ഒക്കെ എൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ഒക്കെ രാമൻ അറിയണമെങ്കിൽ അത് ഇവൻ ഇവിടെ മരിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഒരടയാളം ഉണ്ടാക്കി തിരികെ വിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചു. ഈ വാനരന്മാർക്ക് ശൗര്യം എപ്പോഴും വാലിലാണ്. അതുകൊണ്ട് ആ വാലിൻ്റെ അറ്റത്തൊരു തുണി കൊണ്ട് ചുറ്റി അതിനകത്ത് എണ്ണ ഒഴിച്ച് മുക്കി അത് കത്തിക്കാം. എന്നിട്ട് പെരുമ്പറ കൊട്ടിയിട്ട് ഇവിടെ മുഴുവൻ ഇവനെ എടുത്തുകൊണ്ട് നടക്കും. ഇവൻ രാത്രി വന്ന കള്ളനാണ്. ഈ ലങ്കയിൽ ഇങ്ങനെയൊക്കെ അതിക്രമിച്ച് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇവൻ്റെയൊക്കെ അവസ്ഥ എന്നൊക്കെ നമുക്ക് പെരുമ്പറ കൊട്ടി ഇവിടെ മുഴുവൻ കൊണ്ട് നടക്കണം ഇവനെ. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇവൻ്റെ വാലിൽ അങ്ങനെ അപകടം പറ്റുന്ന സമയത്ത് മറ്റു കുരങ്ങന്മാരൊക്കെ ഇവനെ അവരുടെ കൂട്ടത്തിൽ നിന്നും അവനെ പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നടന്നുകൊള്ളും എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ്. അവസാനം ഹനുമാനെ വാലിലേക്ക് തുണി ചുറ്റാൻ തുടങ്ങി. അവിടെയുള്ള വാസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതു വാലുമതീവ ശേഷിച്ചിതു. പിന്നെയും ആദ്യം കൊട്ടാരത്തിലുള്ള ആ തുണികളെല്ലാം എടുത്ത് ചുറ്റി എത്ര ചുറ്റിയിട്ടും കൊട്ടാരത്തിലുള്ള തുണികളെല്ലാം തീർന്നു. പിന്നെ തോഴിമാരുടെ തുണികളായി അത് തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരോ വീടുകളിൽ നിന്ന് തുണിയെടുക്കാൻ തുടങ്ങി, അത് തീർന്നു. അങ്ങനെ ഈ രാജ്യത്തിൽ ലങ്കയിൽ എവിടെയൊക്കെ തുണിയുണ്ടോ അവിടെ നിന്നൊക്കെ ഈ തുണി കൊണ്ടുവന്നിട്ട് ഈ ഹനുമാന്റെ വാല് ചുറ്റിയിട്ടും ആ വാല് മാത്രം വീണ്ടും നീണ്ടിങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല ഇതിനകത്തൊക്കെ ഒഴിക്കാനുള്ള എണ്ണ രാജ്യത്ത് സംഭരിച്ച് വെച്ചിരുന്ന കൊട്ടാരത്തിലുള്ള എണ്ണ മുഴുവൻ തീർന്നു.
മാത്രമല്ല ഓരോ വീടുകളിൽ നിന്ന് എണ്ണയെടുത്തു. അങ്ങനെ ലങ്കയിൽ പിന്നെ എണ്ണയെന്ന് പറഞ്ഞൊരു വംശം ഇല്ലാണ്ടായി, തുണി ഇല്ലാണ്ടായി. ആ തുണി മുഴുവൻ ഹനുമാന്റെ വാലിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം തീ കൊളുത്തി, ആ വാലിന് തീ കൊളുത്തി. അങ്ങനെ ഓരോന്നായിട്ട് ഓരോരോ കൊട്ടാരങ്ങൾ, ഓരോരോ ലങ്കയുടെ ഓരോരോ ഭാഗങ്ങൾ, കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. അങ്ങനെ ഓരോരോ കനകമണിമയമായിട്ടുള്ള ആ നിലയങ്ങൾ ആ നിലാത്മജൻ അതെല്ലാം കത്തിച്ചു. അങ്ങനെ ആ പ്രാസാദജാലങ്ങളെല്ലാം ചുട്ടു തുടങ്ങിനാൻ. കണ്ട ആ രാവണന്റെ കൊട്ടാരം മുഴുവൻ, ആ ലങ്ക മുഴുവൻ ചുട്ടു പൊട്ടുകയാണ്. ഗജങ്ങള്, തുരകങ്ങള്, രഥം, അങ്ങനെ എന്തൊക്കെ രാവണന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടോ അതെല്ലാം തീ വെച്ച് നശിപ്പിക്കുകയാണ് ഹനുമാൻ സ്വാമി. അങ്ങനെ ആ പാവകന്റെ ജ്വാല, ആ തീയുടെ ജ്വാല ആകാശത്തോളം ഉയർന്നു എന്നാണ് പറയുന്നത്. ദശവദന സഹൃജ ഗൃഹമെന്നിയേ, അതായത് ദശവദനന്റെ ആ സഹോദരനായിട്ടുള്ള വിഭീഷണന്റെ കൊട്ടാരം ഒഴികെ ബാക്കിയുള്ള ലങ്കയിലുള്ള സകലമാന കൊട്ടാരങ്ങളും സകലമാന വീടുകളും ഹനുമാൻ അഗ്നിക്ക് ഇരയാക്കി. അങ്ങനെ ആ കനകമണിമയമായിട്ടുള്ള നിലയങ്ങളിലൊക്കെ ഇരുന്നിട്ട് കാമിനിമാര്, ആ സ്ത്രീകളൊക്കെ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അവർ പറയുകയാണ്, ഓരോരുത്തരെയും വിളിച്ച് കരയുകയാണ്. മമ തനയ രമണ ജനക പ്രാണനാഥ ഹാ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ, ഇത് ഞങ്ങളുടെ കർമ്മമാണ്, ഞങ്ങളുടെ വിധിയാണ്. എന്നിട്ട് അവർ മരണമുടനുടലുരുകി മുറുകി വരേ എന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവശിവ. ദുരിതമിതുരജനിചരവര വിചിതം ദൃഢം മറ്റൊരു കാരണം. ഇത് ഇല്ലതിനേതും, ഇതാ രാക്ഷസനായിട്ടുള്ള രാവണൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ ലങ്കാനിവാസികൾക്ക് ഈ ദുരിതമെല്ലാം സംഭവിച്ചത്, അല്ലാതെ മറ്റൊരു കാരണവുമില്ല. പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപിതശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അവന് ആ പരധനവും അമിത പരതാരങ്ങളും, അതായത് മറ്റുള്ളവരുടെ ഭാര്യമാരെയും ബലമായിട്ട് ഈ രാവണൻ പരിഗ്രഹിച്ചു. അവൻ പിടിച്ചു വലിച്ചുകൊണ്ട് ലങ്കയിലേക്ക് കൊണ്ടുവരികയാണ്. അറികില നുചിതമതുമോദേന ചെയ്തിടായി, പിന്നെ ആരും അതിൻ്റെ ഫലം ഇതാര് അറിഞ്ഞാണല്ലോ അറിയാതെ ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഫലം അനുഭവിക്കും, നിർണയം തീർച്ചയാണ്. മനുജതരുണിയെ ഒരു മഹാഭാവി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായി. ഇതിങ്ങനെ ആ രാമന്റെ പത്നിയായിട്ടുള്ള ആ പത്നിയെ ഈ മഹാഭാവി അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ സീതയെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ബാക്കി ഈ രാജ്യത്തിന് മുഴുവൻ ആപത്തകപ്പെട്ടത്. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. സുഹൃതമാണെങ്കിലും ദുരിതമാണെങ്കിലും കാര്യവും അകാര്യവും ഇതെല്ലാം സൂക്ഷിച്ച് ചെയ്യണം. അറിവുള്ളവര് എന്താണോ രാജാവ് ചെയ്യുന്നത് അതിൻ്റെ ഫലം ആ പ്രജകൾക്കും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും പ്രകൃതിക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇതൊക്കെ തിരിച്ച് രാജാവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഭരണാധികാരി ചെയ്യുന്നതിന് എതിരെ ഈ പ്രകൃതി തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഈ രാമായണം എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അത് പറഞ്ഞു വെച്ചു. എന്നിട്ട് പറയുകയാണ്, മദനശരപരവശതയോടു ചപലനായ ഇവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും. മദനപരവശത കൊണ്ട് ഇവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയെല്ലാം ആ കരബലം കൊണ്ട് ദിനമണഞ്ഞു പിടിച്ചത് കാമി ചാരിത്രഭംഗം വരുത്തിയിടാൻ. ഇവൻ എത്ര സ്ത്രീകളെയാണ് ചാരിത്രഭംഗം വരുത്തിയിട്ടുള്ളത്. അവർ മനസ്സിമരുവിനെ തപോമയ പാതകനദ്യ രാജ്യേ പിടിപെട്ടിതു. അവരുടെ മനസ്സിൽ വന്ന ആ സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് വന്ന താപം കൊണ്ട് ആ താപം കൊണ്ടുണ്ടായ അഗ്നിയാണ് ഈ രാജ്യത്തിപ്പോൾ പിടിപെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിശിചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിലയ്ക്കും നിലയിലേ വെന്തു മരിക്കുകയും നിൽക്കും നിലയിലേ വെന്തു മരിക്കുകയും. അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗ്നി വന്ന് അവരെ വെന്ത് മരിക്കുകയാണ്. അങ്ങനെ രഘുകുലവരേഷ്ഠദൂതൻ
ത്രയാമാചാരരാജ്യം 700 യോജനയും ക്ഷണാൽ സരസബഹുവിഭവയുധഭോജനം നൽകിനാൻ. സന്തുഷ്ടനായ ഇതുപാവകദേവനും അതിലെ 700 യോജന ഈ ലങ്കാപുരിയും ഹനുമാൻ അഗ്നി ഭഗവാന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പവനജനുദഹനനഭി ചുട്ടതില്ലേ തുമേ പാവകനിഷ്ഠ സഖിയാക കാരണം. അപ്പോൾ ഈ പവനജനെ, അതായത് ഹനുമാൻ സ്വാമിയെ മാത്രം എന്തുകൊണ്ടാണ് ആ പാവകൻ, ആ അഗ്നി ദഹിപ്പിക്കാതിരുന്നത് എന്ന് പറയുകയാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ദേവിയുടെ ഒരു ചൂടാരത്നം ഭഗവാന്റെ കയ്യിലുണ്ട്, അല്ലേ, ഹനുമാന്റെ കയ്യിലുണ്ട്. മാത്രമല്ല പതിനിരതനാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ ആ പതിയോടൊക്കെ ചെന്ന് നീ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ദേവി. അപ്പോൾ ആ ദേവിയുടെ പ്രാർത്ഥനയും ദേവിയുടെ ആ ചൂടാരത്നവും അവിടെ ഉള്ളത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് പൊള്ളലൊന്നും ഏറ്റില്ല എന്നാണ് പറയുന്നത്. അവനിതനയ കൃപാവൈഭവം അത്ഭുതം അത്യന്ത ശീതളന ഇത് വന്യം. അങ്ങനെ ആ അവനിതനയുടെ ആ കൃപാവൈഭവം കൊണ്ട് ആ അഗ്നിയൊക്കെ ഇവിടെ ഹനുമാന് ഒരു ശീതളമായിട്ടാണ്, തണുത്തായിട്ടാണ് തോന്നിയതെന്നാണ് പറയുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ട് ആ ലങ്കാപുരി മുഴുവൻ കത്തിച്ചു. അതിനുശേഷം ഹനുമാൻ സ്വാമി അവിടുന്ന് തിരികെ ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. അതിനുശേഷം ഭഗവാനോട് എത്തിച്ചേർന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ദേവിയെ ഞാൻ കണ്ടു, ആ രാവണൻ്റെ കോട്ടയിൽ, രാവണൻ്റെ കൊട്ടാരത്തിൽ ഞാൻ കണ്ടു. ദേവിക്ക് വളരെ സങ്കടമുണ്ട്, ദേവി വളരെ വിഷമിച്ചാണ് അവിടെ കഴിയുന്നത്. അങ്ങയുടെ ചരിതമെല്ലാം ഞാനവിടെ അറിയിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞു, അങ്ങ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എന്നിട്ട് ഭഗവതിയെയും ആ ദേവിയെ അവിടുന്ന് രാവണനെ വധിച്ച് അവിടുന്ന് മോചിപ്പിക്കണം എന്നൊക്കെ എന്നെ അറിയിച്ചു. എന്നിട്ട് ആദ്യം അവിടുത്തെ ആ ലങ്കയിലെ വിവരണങ്ങളൊക്കെയാണ് പറയുന്നത്. ആ ലങ്കയുടെ മനോഹാരിതകളെക്കുറിച്ചും ഒക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന സൈന്യത്തിൻ്റെ 1/7 ഞാൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചിഹ്നം എനിക്ക് തന്നുവിട്ടിട്ടുണ്ട് അങ്ങയ്ക്ക് നൽകാനായിട്ട്. പിന്നെ ഒരു അടയാളമാക്കും അങ്ങയ്ക്ക് വിശ്വാസം വരുവാനായിട്ട് ദേവി എന്നോട് പറഞ്ഞറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭഗവാന്റെ കയ്യിൽ ആ ചൂടാരത്നം ദേവി കൊടുത്തു. ദേവി കൊടുത്തത് ആ ഹനുമാൻ സ്വാമി രാമൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങ് ചിത്രകൂടാചരത്തിൽ വസിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു കാക്കവൃത്താന്തം, ആ കാക്കയുടെ കഥ, ജയന്തൻ കാക്കയായിട്ട് വന്നതും ദേവിയെ കുത്തിപ്പറിച്ചതും അങ്ങ് തൃണമെടുത്ത് അസ്ത്രം അയച്ചതും അവൻ്റെ കണ്ണിലൊന്ന് പോയതും ഇതാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്ത് ത്യാഗമാണ് ഹനുമാനെ നീ എനിക്ക് വേണ്ടി ചെയ്തത്, ഇതിനൊരു പ്രത്യുപകാരം ഈ ഭൂമിയിലില്ല എന്ന് പറയുകയാണ്. നീ എനിക്ക് ചെയ്ത ഉപകാരത്തിന് എനിക്കിതിനകത്തൊരു പ്രത്യുപകാരം ചെയ്യാൻ പോലും ഇല്ലല്ലോ ഹനുമാനെ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു ആ മാരുതപുത്രനെ പൂർണ്ണമോദത്തോടുകൂടി പുണരുകയാണ്, നെഞ്ചോട് ചേർത്ത്. ഭുവനതലമതിലൊരുവനിങ്ങനെ ഇല്ലഹോ, ഈ ഭൂമിയിൽ നിന്നെ പോലെ ഒരാളില്ല ഹനുമാനെ. പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ, പൂർണ്ണ പുണ്യമാണ് എനിക്ക് നിന്നെ കിട്ടിയത്. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതും
മഹാഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിനാൾ. കിളിമകളും അതിസരസം ഇങ്ങനെ ചൊന്നതു കേട്ടു ആലോകരും തെളിയണമേ. ഇത്യധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. അങ്ങനെ ആ ഭഗവാന്റെ സുന്ദരകാണ്ഡം ഇന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരത്തിന് ശാന്തമ്മ ചന്ദ്രൻ ആ അമ്മ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജാമ്പവാൻ ആരുടെ പുത്രനാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ബ്രഹ്മദേവൻ്റെ പുത്രനാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരമല്ല തന്നിട്ടുള്ളത്. അത് മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ നിന്നാണ് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടുന്നത്. അത് കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ കാണാം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്ന് വിളങ്ങിനാൻ. അതായത് നാഗാരി എന്ന് പറഞ്ഞാൽ ആ ഗരുഡനെ പോലെ അതിൻ്റെ മുകളിലേക്ക് ആ മഹേന്ദ്രത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഭഗവാൻ അങ്ങോട്ട് ചാടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് മഹേന്ദ്രത്തിൻ്റെ മുകളിലാണ്. അതാണ്. അപ്പോൾ ഒക്കെ എല്ലാവരും ഭഗവാന്റെ നാമങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആ ഭഗവാന്റെ തിരുനാമങ്ങൾ വായിക്കാനും എഴുതാനും ഉള്ള ഭാഗ്യമൊക്കെ ശ്രീരാമചന്ദ്ര മഹാമൂർത്തി തന്നെ നൽകട്ടെ. ആ ഭഗവാന്റെ കഥകൾ അനവരതം ഇടതടവില്ലാതെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എത്ര പറഞ്ഞാലും ഭഗവാന്റെ കഥകൾ, ഹനുമാൻ സ്വാമിയുടെ കഥ, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഹനുമാന്റെ കഥയൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും മതിവരില്ല. അത്ര പറയാനുണ്ട് നമുക്ക്. ഇനിയും അതിനുള്ള അവസരം ഭഗവാൻ നൽകട്ടെ, ജഗദീശ്വരൻ നൽകട്ടെ. രാമായണ മാസം കഴിഞ്ഞാലും നമുക്ക് ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാം, കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമചന്ദ്ര പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.